പത്തനംമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അവന്തികയ്ക്ക് നവീനോടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുകയാണ്. ഇതിനേക്കാളും നല്ലൊരു ബന്ധം ഇനി എനിക്ക് കിട്ടത്തില്ല, ഇതിനേക്കാളും നല്ലൊരു പയ്യനെയും എനിക്ക് കിട്ടത്തില്ല. ഇങ്ങോട്ടായിട്ട് വന്നുള്ള ആലോചനയല്ലേ ഇത്, ഞാൻ തടസ്സപ്പെടുത്തരുത്. പിന്നെ അച്ഛൻ്റെ ഈ ഒരു പ്രവൃത്തിക്കൊക്കെ അനുസരിച്ച് എനിക്ക് നല്ല ഒരു ബന്ധം കിട്ടാൻ പ്രയാസമാണ് എന്നൊക്കെ അവന്തികയ്ക്ക് ഒരു നല്ല ചിന്തയൊക്കെ വന്ന് തുടങ്ങുകയാണ്. അങ്ങനെ തനിക്ക് എങ്ങനെയെങ്കിലും ആ പയ്യനെ സ്വന്തമാക്കി തരണമെന്ന് അച്ഛനോട് പറയണമെന്നൊക്കെ തീരുമാനിച്ച് നമ്മുടെ അവന്തിക നാഗേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ തനിക്ക് നവീനോടുള്ള ആ ഒരു പ്രണയവും ഇഷ്ടം നാഗേന്ദ്രനോട് തുറന്ന് പറയുന്ന സമയത്ത്, മോളെ നീ എല്ലാം ചിന്തിച്ചിട്ടാണോ ഈ സംസാരിക്കുന്നത്, നിനക്ക് ആ പയ്യനെ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇതിനേക്കാളും നല്ലൊരു പയ്യനെ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ, ഇതിനേക്കാളും നല്ലൊരു ബന്ധം എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ, അച്ഛൻ ഇതിനേക്കാളും എന്ത് ബന്ധമാണ് എനിക്ക് കണ്ടുവച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു ബന്ധം, നമുക്ക് ഗുണമുള്ളൊരു ബന്ധം ഞാൻ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നിൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു ഭർത്താവ് ആവാൻ യോഗ്യതയുള്ള ഒരാൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ പറയുന്നത്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നോ, ആരുടെ കാര്യമാണ് ഈ അച്ഛൻ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ പെണ്ണെ നിനക്ക് ചിന്തിച്ചാൽ അറിയത്തില്ലേ, ആ അനിരുദ്ധൻ തന്നെയാണ്. ആ അനിരുദ്ധൻ്റെ ഒന്നാം വിവാഹം കഴിഞ്ഞു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അവർ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല. നിൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ തമ്മിൽ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നില്ല. പിന്നെ അവന് ആ നന്ദു എന്നുള്ള പെൺകുട്ടിയോട് ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പം നിന്നെ അവൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ സ്വഭാവം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ജാനകിയമ്മയ്ക്കും നിന്നോട് വലിയ താല്പര്യമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും നടത്തി തരാതിരിക്കില്ല. അതിനെക്കൊണ്ട് നിനക്ക് ഏറ്റവും നല്ലൊരു ബന്ധം അനിരുദ്ധൻ്റെയാണ്. അവനാണ് സ്നേഹിക്കാൻ അറിയും, പിന്നെ നമുക്ക് ഏറെ ഗുണവും ചെയ്യും, അവനാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവന്തിക ഒന്നുകൂടെ ആലോചിച്ച് നിൽക്കുകയാണ്. എങ്കിലും അച്ഛാ അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ നിൻ്റെ മനസ്സിനെ ഒന്ന് മാറ്റിപ്പിടിക്കുക. ഇപ്പോൾ നീ അവനോടുള്ള ആ ഒരു ഇഷ്ടം നിൻ്റെ മനസ്സിൽ കയറിയത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ആലോചന നിനക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിൻ്റെ അനിരുദ്ധനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നതെങ്കിൽ നിനക്ക് അവനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞേനെ. എന്തായാലും കുറച്ച് സമയമെടുത്താലും നീ അതിലേക്ക് എന്തായാലും പ്രാപ്തിയാവണം എന്നൊക്കെ നാഗേന്ദ്രൻ അവന്തികയോട് പറയുകയാണ്. പക്ഷേ അവന്തിയുടെ മനസ്സിലേക്ക് നവീൻ തന്നെ കുടിയേറി കഴിഞ്ഞിരുന്നു. ഇനി അച്ഛൻ പറഞ്ഞത് ധിക്കരിച്ചാൽ എന്തെങ്കിലുമൊക്കെ അച്ഛൻ ചെയ്ത് തീർക്കും, അത് എനിക്കും ദോഷം ചെയ്യും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അവന്തിക നിൽക്കുന്നത്. ആ സമയത്താണെങ്കിൽ നമ്മുടെ അനിയാവട്ടെ നവീനോട് അവന്തികയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ നീ വിവാഹം കഴിക്കണം, അവൾക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. കാരണം അവളുടെ അമ്മയുടെ സ്വഭാവമൊക്കെ അറിയാലോ, അതുകൊണ്ട് തന്നെ കുറേ പിരിഞ്ഞൊക്കെ നിന്നതാണ്. അതുകൊണ്ട് ഇനിയൊരു ടെൻഷൻ അവൾക്ക് ഉണ്ടാവാൻ എന്തായാലും മുത്തശ്ശൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നീ നല്ല രീതിയിൽ നോക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നീ അവളെ വിവാഹം കഴിക്കുക, അതല്ലേ നിനക്ക് നല്ലത്. നന്ദുവിനോടാണെങ്കിൽ നിനക്കൊന്നും തുറന്ന് പറയാനും കഴിഞ്ഞിട്ടില്ല, അവൾ അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ അവന്തികയെ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കാൻ നോക്കുക എന്നുള്ളതൊക്കെ നവീനോട് ചെറുതായ രീതിയിലൊന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആകെ കുഴപ്പം നിറഞ്ഞ സ്ഥിതിയിലാണല്ലോടോ അനി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, എന്തായാലും ഒരു പെണ്ണിൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത്. അവൾ നിൻ്റെ അടുത്ത് വന്നിട്ട് അത്രയ്ക്കും അറ്റാച്ച്മെൻറ്റോട് കൂടി സംസാരിക്കുകയും എൻ്റെ മുത്തശ്ശനും ഒക്കെ ചേർന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് ബന്ധത്തെക്കുറിച്ച് താല്പര്യം കാണിക്കുന്ന സ്ഥിതിക്കും നിൻ്റെ അമ്മയ്ക്കും എന്തായാലും ഇതിനോടൊരു താല്പര്യം ഉണ്ടെന്നാണ് കേട്ടത്. അതുകൊണ്ട് ഇത് തന്നെ നീ മുന്നോട്ട് പോവുകയാണ് നല്ലത്. നന്ദുവിനെ നീ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്. എന്തായാലും നന്ദുവിനോടുള്ള പ്രണയം നിൻ്റെ മനസ്സിലല്ലേ ഉള്ളൂ, അവളോട് നീ തുറന്ന് പറയുകയോ അവൾക്ക് നിന്നോട് പ്രണയമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നീ അവന്തികയെ വിവാഹം കഴിക്കാൻ നോക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നവീൻ്റെ മനസ്സ് മാറ്റാനാണ് അനി ശ്രമിക്കുന്നത്.